പക്ഷെ ദൈവം ഒരു മനുഷ്യന് ജന്മം കൊടുക്കുമ്പം ഓരോ മനുഷ്യനും ജീവിതത്തിൽ വിജയിക്കാൻ ഒരു 4-5 മേഖല ദൈവം കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെയും ചെറുപ്പത്തിൽ കണ്ടെത്താൻ മാർഗ്ഗമില്ല. വല്ലപ്പോഴും സാറന്മാരെന്ന് പറയും, അലക്സിന് ഇന്നോലൊരു കഴിവുണ്ട് കേട്ടോ എന്നൊക്കെ പറയും ചില സാറന്മാർ. പക്ഷേ ക്ലാസ്സിൽ 80-100 പിള്ളേരുള്ള ക്ലാസ്സിൽ സാറിന് ഓരോന്നിനെയും പറഞ്ഞു കൊടുക്കാൻ പറ്റിയല്ല. പക്ഷേ 15 കൊല്ലം മുമ്പ് ശാസ്ത്രം ഒരു ടെസ്റ്റ് കണ്ടെത്തി, സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഒരു കമ്പ്യൂട്ടർ മുമ്പിലിരുന്ന് ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി, 7ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി ഒരു കമ്പ്യൂട്ടർ മുമ്പിലിരുന്ന് 150 ചോദ്യം കമ്പ്യൂട്ടർ ചോദിക്കും. അതിങ്ങനെ ഉത്തരം പറഞ്ഞ് കഴിയുമ്പോൾ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്ത് കാണിക്കും. ഈ അറ്റൻഡ് ചെയ്ത കുട്ടിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ താഴെ പറയുന്ന 4-5 മേഖലകൾ ഉണ്ട്. ആ ഒരു മേഖല നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾ ജീവിതത്തിൽ വലിയ നിലകളിൽ എത്തിച്ചേരും. ഷേക്സ്പിയർ പണ്ട് അദ്ദേഹം നാടകത്തിൽ പറയുന്നുണ്ട്, ഇൻ എവരി വൺസ് ലൈഫ് ദർ ഇസ് എ ടൈം ടേക്കൺ വിത്ത് ഇറ്റ്സ് ടൈഡ് ഇറ്റ് വിൽ ലീഡ് ടു ഗ്രേറ്റ് ഫോർച്യൂൺ. പക്ഷെ നിങ്ങളൊരാളിപ്പോൾ എറണാകുളത്തോ തിരുവനന്തപുരത്തോ ടെസ്റ്റ് അണ്ടർഗോ ചെയ്യാൻ പോയാൽ ഒരാൾക്ക് 2000 രൂപ ചാർജ് ചെയ്യും. പക്ഷേ ചെട്ടികുളങ്ങര ക്ഷേത്രം അവരെ ബന്ധപ്പെടുന്നു, ഇവിടെ ഒരു 150 കുട്ടിയുണ്ട് ഇത് അണ്ടർഗോ ചെയ്യാനെന്ന് പറഞ്ഞാൽ 100 കൂടുതലുണ്ടെങ്കിൽ അവർ 250 രൂപ ചാർജ് ചെയ്യത്തുള്ളൂ. പെർ ഹെഡ് 250 രൂപ. പിന്നെ ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകുന്ന യാത്ര, തിരിച്ചു വരവ്, 2000 രൂപ ഫീസ് എല്ലാം കൂടെ 10,000-3500 രൂപ കളയണ്ട. ഈ ശ്രേയസ് തന്നെ ആരെങ്കിലും ബന്ധപ്പെടുത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്നൊരു ടെസ്റ്റ് നടത്തിയാൽ ഒരാൾക്ക് 250 രൂപയ്ക്കുള്ള ചിലവാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ജീവിതത്തിൽ വിജയിക്കാൻ ഈശ്വരൻ നിങ്ങൾക്ക് കഴിവുന്ന മേഖല ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. അതിലൊരു മേഖല നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നിലകളിലെത്തും. ദൈവം തമ്പുരാൻ ചിലപ്പം ചില വേലകൾ കാണിച്ചളയും. നിങ്ങൾക്ക് കഴിവില്ലാത്തൊരു മേഖല നിങ്ങളെ പിടിച്ചിട്ട് കളയും. ഞാൻ പഠിക്കുന്ന കാലത്ത് അലക്സാണ്ടർ പിന്നെ എന്തിനു കൊള്ളാമെന്ന് എൻ്റെ കൂടെ പഠിച്ചവരോടോ എന്നെ പഠിപ്പിച്ച സാറന്മാരോട് ചോദിച്ചാൽ എല്ലാവരും ഏക അഭിപ്രായക്കാരായിരുന്നു. പള്ളിയിൽ അച്ഛനാവാൻ ഇവൻ ബെസ്റ്റ് എന്നായിരുന്നു എന്നെ പറ്റിയുള്ള അഭിപ്രായം. പക്ഷേ ദൈവം തമ്പുരാൻ അവസാനം എന്ത് ചെയ്യുന്നറിയാമോ, എന്നെ കൊണ്ട് ഇന്ന് കാക്കി യൂണിഫോം IPS-നകത്തോണ്ട് ഇട്ട് കളഞ്ഞു. പിന്നെ ദൈവത്തോട് വഴക്കുണ്ടാക്കരുത്. ദൈവം നമുക്ക് കഴിവുന്ന മേഖലയെല്ലാം നമ്മളെ വെച്ചെങ്കിൽ ആ മേഖല വിജയിപ്പിക്കാൻ ശ്രമിച്ചോണം, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾക്കൊരു 8ാം ക്ലാസ് ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് ഈശ്വരൻ കഴിവുന്ന മേഖല കണ്ടെത്തി മേപ്പോട്ട് പോകാൻ പറ്റിയാൽ ജീവിതത്തിൽ വലിയ വിജയം വരിക്കാൻ പറ്റും. അതാണ് 3ാമത്തെ സ്റ്റെപ്പ്. 4ാമത്തെ സ്റ്റെപ്പ് സ്കോളർഷിപ്പാണ്. പണ്ട് പണമുള്ള വീട്ടിൽ ജനിച്ച കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. കേരളത്തിലും ഇന്ത്യയിലും നല്ല ജാതിയിൽ പറഞ്ഞോണം, ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റിയല്ല. ശൂദ്രന് പഠിക്കാൻ പറ്റിയല്ല. ശൂദ്രൻ വേദം കേട്ട അവൻ്റെ ചെവി ഈ വഴിക്ക് ഒരുക്കണമെന്ന് പറഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിഞ്ഞൂടാ, ഞാൻ വായിച്ചിട്ടില്ല പുസ്തകത്തിൽ. സ്ത്രീകൾക്ക് പഠിക്കാൻ പറ്റിയല്ല, പുരുഷന്മാർക്ക് മാത്രമേ പഠിക്കാൻ പറ്റൂ. ശൂദ്രഞ്ച സ്ത്രീഞ്ച, ശൂദ്രനും സ്ത്രീയും വിദ്യ അഭ്യസിക്കാൻ പാടില്ല. ഇപ്പം സിറ്റുവേഷൻ മാറി. മഹാനായ അംബേദ്കർ നമുക്കൊരു ഭരണം തന്നു, എല്ലാ ജാതിക്കാർക്കും പഠിക്കാം, സ്ത്രീകൾക്ക് പഠിക്കാം. അങ്ങനെ പഠിക്കുമ്പോൾ അവിടെ ഇന്ന് സ്കോളർഷിപ്പ് നേടാൻ മാർഗമുണ്ട്. ഞാനൊക്കെ പഠിക്കുമ്പോൾ ആകെ 2 സ്കോളർഷിപ്പേ ഉള്ളൂ, മെറിറ്റ് സ്കോളർഷിപ്പ്, ലോൺ സ്കോളർഷിപ്പ്. ഇപ്പോഴോ 2000 സ്കോളർഷിപ്പാണ്. പെൺപിള്ളേർക്ക് മാത്രം മത്സരിക്കാവുന്ന സ്കോളർഷിപ്പുണ്ട്. മൈനോറിറ്റീസിന് മാത്രം അപേക്ഷിക്കാം, മുസ്ലിമിനും ക്രിസ്ത്യാനിക്ക് മാത്രം അപേക്ഷിക്കാവുന്ന സ്കോളർഷിപ്പുണ്ട്. OBCക്ക് മാത്രം അപേക്ഷിക്കാവുന്ന സ്കോളർഷിപ്പുണ്ട്. SC/STക്ക് മാത്രം അപേക്ഷിക്കാവുന്ന സ്കോളർഷിപ്പുണ്ട്. വികലാംഗർക്ക് മാത്രം അപേക്ഷിക്കാവുന്ന സ്കോളർഷിപ്പുണ്ട്. സ്പോർട്സുകാർക്ക് മാത്രം അപേക്ഷിക്കാവുന്ന സ്കോളർഷിപ്പുണ്ട്. 2000 സ്കോളർഷിപ്പാണ്. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ 8ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയാണെന്ന് പറയുന്നു. 8ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 62 സ്കോളർഷിപ്പുണ്ട്. ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കും 12ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കാണ്. ഞാൻ 62 സ്കോളർഷിപ്പിൻ്റെ ലിസ്റ്റ് നിങ്ങളുടെ സംഘാടകന് വാട്സപ്പിൽ അയച്ചു കൊടുത്തേക്കാം. നിങ്ങൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സ്കോളർഷിപ്പ് ആ സംഘാടകനെ നിങ്ങൾ വാങ്ങിച്ചോളാം, SRIC നിങ്ങൾ വാങ്ങിച്ചോളാം. എന്നിട്ട് ആ സ്കോളർഷിപ്പ് എഴുതണം. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ പാസ്സായാൽ മാസം 5000 രൂപ ചുട്ടും ഒരു മാസം. 12ാം ക്ലാസ് കഴിഞ്ഞ് സയൻസ് ടാലൻറ്റ് പരീക്ഷ പാസ്സായാൽ 7000 രൂപ വെച്ചൊരു മാസം കിട്ടും. കോളേജ് കയറി കഴിയുമ്പോൾ 10000 രൂപ ഒരു മാസം കിട്ടും. MPhilന് പഠിക്കാൻ പോയാൽ 27,500 ഒരു മാസം കിട്ടും. PhD പഠിക്കാൻ പോയാൽ 35,000 രൂപ ഒരു മാസം ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും JRFൻ്റെ സ്കോളർഷിപ്പ്. ഞാൻ PhD എടുത്ത് ഒരു പൈസ ഒരുത്തിനും എനിക്ക് തന്നിട്ടില്ല.
ഇപ്പം നിങ്ങളൊക്കെ PhD എടുക്കുമ്പോൾ ഇങ്ങോട്ട് 35,000 രൂപ വാങ്ങിച്ചിട്ട് പഠിക്കുക. 35,000 രൂപ പെർ മന്ത് കിട്ടും പഠിക്കാൻ. അപ്പോൾ ഇങ്ങനൊരു സ്കോളർഷിപ്പ് അടിച്ചെടുത്തിട്ട് നിങ്ങളുടെ പൈസ കൊണ്ട് നിങ്ങൾ പഠിക്കണം. അപ്പൻ്റെ അമ്മയുടെ ഒരു പൈസ ചിലവാക്കാതെ പഠിക്കണം. പിന്നെ 8ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു ഒളിമ്പ്യാഡിന് പോകണം. 4 ഒളിമ്പ്യാഡുണ്ട്. മാത്സ് ഒളിമ്പ്യാഡ്, സയൻസ് ഒളിമ്പ്യാഡ്, ഫിസിക്സ് ഒളിമ്പ്യാഡ്, ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ്. തിരുവനന്തപുരത്ത് റൗണ്ടിൽ പോയി ആദ്യത്തെ 10ൽ വന്നു കഴിഞ്ഞാൽ 15,000 രൂപ കിട്ടും. 35,000 രൂപ കിട്ടും. 35,000 രൂപ. അത് കഴിഞ്ഞ് ഡൽഹിയിൽ റൗണ്ടിൽ പോകുമ്പോൾ ആദ്യത്തെ 10ൽ വന്ന 1.5 ലക്ഷം രൂപ കിട്ടും. ഇൻ്റർനാഷണൽ ഒളിമ്പ്യാഡിന് പോയാൽ 15 ലക്ഷം രൂപ കിട്ടും. 15 ലക്ഷം രൂപ. അപ്പോൾ അതിന് പോകണം. സമ്മാനം കിട്ടിയില്ലെന്ന് വെച്ചാൽ ആദ്യത്തെ 10 പേര് വന്നവർ സർട്ടിഫിക്കറ്റ് തരും. ഞാൻ IAS ഇൻ്റർവ്യൂ ഇരിക്കുകയായിരുന്നു. ഒരു കാൻഡിഡേറ്റ് കയറി വന്നു. കാൻഡിഡേറ്റ് കയറി വരുന്നതിന് മുമ്പ് ബയോഡാറ്റ കൊണ്ടുവരും. ബയോഡാറ്റ ഇങ്ങനെ നോക്കിയിട്ട് ചെയർമാൻ പറഞ്ഞു, ഇവനെ ഒളിമ്പ്യാഡ് പോയി പ്രൈസ് അടിച്ചവനാണ്.